എൻ്റെ ഒരു നിരീക്ഷണമാണ് ചേട്ടാ, CPM-ന് ഇത്തവണ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. മാധ്യമപ്രവർത്തകരിൽ പലരും MLA ആവാൻ തയ്യാറാണ് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു ധ്വനിയുണ്ട്. കണ്ടുപിടിക്കാനൊക്കെ പ്രയാസമാണ് മേരെ. കാര്യം മനസ്സിലാക്കിയതാണ്. അതെ, എന്ന് വെച്ചാൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് CPM കാലാകാലങ്ങളിൽ അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ നടക്കുമ്പോൾ അവർ പറയും രണ്ടാമതൊരിക്കൽ കൂടെ മത്സരിക്കേണ്ട. കഴിഞ്ഞ എറണാകുളത്തെ സമ്മേളനത്തിനാണ് 75% മാനദണ്ഡം വെച്ചത്. അതിനല്ല ചേട്ടാ, ഇപ്പൊ ഇത്തവണയും രണ്ടാമത് മത്സരം എന്നുള്ളത് ഒഴിവാക്കപ്പെട്ടു. ആളെ കിട്ടാനില്ലാത്തത് കൊണ്ടാണ്. ആളെ കിട്ടുമെന്നുണ്ടെങ്കിൽ അവരങ്ങനെ പറയില്ല. പക്ഷെ മാധ്യമപ്രവർത്തകർ പലരും തയ്യാറാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ അവരെടുക്കുന്നു? മാധ്യമപ്രവർത്തകർ അവരെടുക്കുന്നതിന്റെ കാരണം അവരെ പഠിപ്പിച്ചില്ലേ. ഇപ്പോ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്തെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മാധ്യമപ്രവർത്തകർക്ക് അറിയാം. പിന്നെ ഇപ്പൊ CPM ഈ മാധ്യമപ്രവർത്തകരെ കൊണ്ടുവരുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ അവരെ ഈ എടുക്കുന്ന ആൾക്കാരെ ജനങ്ങളെ മുമ്പ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ മുഖം ഇന്നതാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പൊ MV നികേഷ് കുമാർ, കിണറ്റിലിറങ്ങിയ MV നികേഷ് കുമാർ ആണ് എന്നുള്ള രണ്ടാമത്തെ കാര്യം. നികേഷ് ഉണ്ടാക്കി വെച്ചൊരു മാധ്യമപ്രവർത്തകത്തിന്റെ ശൈലി വേറെ തന്നെയാണ്. പണ്ട് നമ്മളൊക്കെ തന്നെ അനുകരിക്കാൻ ശ്രമിച്ചു. ഞങ്ങളൊക്കെ ഒരു ജനറേഷൻ, ഞങ്ങളൊക്കെ വലുതായി വരുന്ന സമയത്താണ് ഇന്ത്യ വിഷനൊക്കെ വരുന്നത്. കളിയിൽ പോലും ഒരു മാധ്യമപ്രവർത്തക എന്നുള്ളതൊക്കെ പലരും ചിന്തിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ നികേഷിന്റെ 24 മണിക്കൂറും വാർത്താ ചാനൽ എന്ന കൺസെപ്റ്റ് നികേഷ് കുമാറാണ് കൊണ്ടുവന്നത്. അപ്പം നമ്മളിവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന പോലെ നികേഷ് കുമാർ എന്ന പേര് തുടക്കം മുതൽ കേട്ടതാണ്. ഇപ്പം CPM-ന്റെ മനസ്സിൽ 5ഓളം പത്രപ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ അവർ കൊണ്ടുവരാനായി ആലോചിക്കുന്നു എന്നാണ് പാർട്ടിക്കകത്ത് നിന്ന് പറഞ്ഞു കേട്ടത്. ഞാൻ പറഞ്ഞ മാധ്യമപ്രവർത്തകർ കുപ്പായം തയ്ച്ചു. മാധ്യമപ്രവർത്തകരെ സ്ഥാനാർത്ഥികളായിട്ട്, കാര്യം 5 പേര് നിർത്തിയാൽ ഏറ്റവും കുറഞ്ഞ് 3 പേരെങ്കിലും ജയിക്കും. കാര്യം ആന്റി ഇൻകംബൻസി ഫാക്ടർ ഭയങ്കരമായിട്ട് ഈ പാർട്ടിക്കെതിരെ, CPM-നെതിരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ മുഖങ്ങളെ നിർത്തുന്നത് എന്തുകൊണ്ടും ഇതൊക്കെ ഈ പാർട്ടിയുടെ ഒരു തന്ത്രമാണ്. പണ്ട് MK സാനു മാസ്റ്ററെ മത്സരിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. MK സാനു മാസ്റ്റർ MLA ആയിട്ടുണ്ട്. കവി കടമ്മനിട്ട MLA ആയിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയൊക്കെ കുറേ പരീക്ഷണങ്ങൾ ഇവർ നടത്തിയിരുന്നതാണ്. ഇപ്പോൾ ഇന്നസെൻ്റ് സ്ഥാനാർത്ഥിയായി, ലോക്സഭയിൽ MP ആയിട്ട് ഇന്നസെൻ്റ് പോയിട്ടുണ്ട്. മണി, മരിച്ചുപോയ കലാഭവൻ മണിയെ ചാലക്കുടി സ്ഥാനാർത്ഥിയാക്കാൻ അവർ തീരുമാനിച്ചിരുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ ഈ CPM കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കേൾക്കുന്നത് നികേഷ് കുമാറിൻ്റെ പേര് നേരത്തെ തന്നെ കേട്ടിരുന്നു. പിന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് 1-2 പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും പേരുകൾ ഉറപ്പിക്കാറായിട്ടില്ല. എങ്കിലും ഈ സനീഷിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 24 മലയാളത്തിലെ സനീഷിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഹർഷൻ്റെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാഷ്മിയുടെ പേര് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരല്പം ഇടതുപക്ഷ ചായ്വോടെ സംസാരിക്കുന്നവരാണ് ഇവരൊക്കെ തന്നെ. പക്ഷെ ഹാഷ്മി ഇപ്പോൾ രാഹുലിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ പഴി കേൾക്കേണ്ടി വന്ന അവതാരകരൊന്ന് സ്മൃതിയും ഹാഷ്മിയാണ്. അല്ല, സ്മൃതി ഒരു പാർട്ടി കുടുംബത്തിലെ അംഗമാണ്, അതറിയോ? സ്മൃതിയുടെ അച്ഛൻ സിദ്ധാർത്ഥൻ പരുത്തിക്കാട്, അദ്ദേഹം ഒരു പഴയ ദേശാഭിമാനി വാരികയിൽ എത്രയെങ്കിലും വർഷം ദേശാഭിമാനി വാരികയുടെ എഡിറ്ററായിരുന്ന ആളാണ്. നീണ്ടകാലം ദേശാഭിമാനി ജീവനക്കാരനായിരുന്ന ആളാണ്. സ്മൃതി ഇപ്പോൾ ഒരു വളരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സംസാരമാണ് സ്മൃതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വളരെ റിപ്പോർട്ടർ ചാനലിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയാണ് അവരെ. അപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM-ന് രണ്ടാമതൊന്നും ഒരിക്കൽ കൂടി ഇവരെ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടാകില്ല. കാര്യം ഇവരൊക്കെ തന്നെ എല്ലാവർക്കും ഫെമിലിയറാണ്, എല്ലാവർക്കും ഫെമിലിയറാണ്. പിന്നെ ഇവർക്ക് രാഷ്ട്രീയം അറിയാം. ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ജനം വെറുത്തിരിക്കുവാണ് രാഷ്ട്രീയക്കാരെ. അപ്പോൾ ഇങ്ങനൊരു മുഖം വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യകാരന്മാരെ, ഇപ്പൊ ബെന്യാമിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അവർ ആലോചിക്കുന്ന, ബെന്യാമിനെ അതും ആറന്മുള മത്സരിപ്പിക്കണമെന്നൊക്കെയാണ് ഇവർ ആലോചിക്കുന്നതായിട്ടാ പറയുന്നത്, വീണ ജോർജിന് പകരം. അപ്പം ഇതാകുമ്പോഴത്തേക്ക് ഇവർക്ക് മന്ത്രിപദം ഒന്നും കൊടുക്കേണ്ടി വരില്ല. നികേഷ് കുമാറിന് ചിലപ്പോൾ ജയിച്ചാൽ അവർ ഒരിക്കൽ കൂടെ ഭരണത്തിൽ വരികയാണെങ്കിൽ നികേഷ് കുമാർ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുക. സൈബർ പോരും സൈബർ അറ്റാക്ക് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തു പോകാനോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് എതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ ശക്തമായി ഓവർകം ചെയ്യാനോ നികേഷിന് പറ്റിയിട്ടില്ല. പക്ഷെ പിണറായിയുടെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് നികേഷ്. അതുകൊണ്ട് നിർത്തിയേ പറ്റൂ. ഏറ്റവും ക്രൂശിച്ച ഒരാളുടെ മകനെ ചേർത്ത് നിർത്തി എന്നുള്ളത് പക്ഷെ അതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ നികേഷ് കുമാറിനെ സംബന്ധിച്ച് നികേഷ് കുമാറിന് അവർ ആദർശം വിട്ടുപോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അവരുടെ അച്ഛൻ്റെ പഴയ ഒരു ആദർശം വിട്ടുപോകാൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ എത്തുമോ? അല്ല, അദ്ദേഹത്തിന്റെ അവർ പഴയ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. അവരുടെ അച്ഛൻ പറയുന്നില്ല. CMP ഇപ്പോഴും ഇല്ലേ? അപ്പോൾ CMP ഉണ്ട്, CP ജോൺ ഉണ്ട്, അവരെല്ലാം തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും നികേഷ് കുമാറിന്റെ സ്റ്റാൻഡിനെ കുറിച്ച് ഇപ്പോഴും അവരുടെ പാർട്ടിക്കകത്തും പിന്നെ കോൺഗ്രസ്സിലും വല്ലാത്ത പഴി അവർ കേൾക്കുന്നുണ്ട്. മീര പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സൈബറിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എന്തോ
പരാജയമാണ്, തൃപ്തമല്ല. അവർക്ക് തൃപ്തിയുള്ള രീതിയിലേക്ക് ഇപ്പോഴും നികേഷ് ഉയർന്നിട്ടില്ല എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതെ, അപ്പോൾ നമുക്ക് ഇപ്പൊ പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ 2-3 പേരുകൾ പറഞ്ഞു. ആ പേരുകളിൽ ഒന്ന് നികേഷ് ഉണ്ട്, ഡോക്ടർ അരുൺകുമാറിന്റെ പേര് കേൾക്കുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാറും ഇത്തരത്തിൽ അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് പറയുന്നു. ഊഹങ്ങളാണ്. അതെ, ഒരു 5 പേരുകളുണ്ട് എന്ന് പറയുന്നു. നികേഷ് കുമാർ പിന്നെ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ അല്ലാതെ തന്നെ മറ്റ് 4 പേരുകളുണ്ട്. അതിൽ നമ്മൾ തന്നെ ഇപ്പം 3ഓളം പേരുകൾ പറഞ്ഞു. ഇനിയും പേര് ഉണ്ട്. അപർണ കുറുപ്പിന്റെ പേരുണ്ടെന്ന് പറയുന്നു. അപർണ കുറുപ്പിന്റെ പേര് ന്യൂസ് 18 അപർണ കുറുപ്പിന്റെ പേരുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ കണ്ടാൽ ഇപ്പൊ ലൈം ലൈറ്റിലുള്ള പിന്നെ ഒരു 4-5 പേരെ CPM ഇറക്കുന്നത് അത് അവരുടെ ഒരു തന്ത്രമാണ്. ആ തന്ത്രമൊക്കെ CPMന്റെ ഭാഗത്തു നിന്നേ ഉണ്ടാവുള്ളൂ. അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് ഇലക്ഷന് ശേഷം പറയാൻ പറ്റും. പക്ഷെ 5 പേരെ നിർത്തിയാൽ മിനിമം 3 പേരെങ്കിലും ജയിക്കത്തക്ക. എൻ്റെ ഒരു സംശയം, മാധ്യമപ്രവർത്തകര് ഇത്തരത്തിൽ പരാജയം മുന്നിൽ കണ്ടിട്ട് തന്നെയായിരിക്കും വരിക. അവർ ഇമേജ് ഒക്കെ അതിന് അവർക്കതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാര്യം അവർ സ്ഥാപനത്തിൽ പൊളിറ്റിക്സ് കളിക്കാത്ത ആൾക്കാരൊന്നുമല്ല. അവർ സ്ഥാപനത്തിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇന്റേണൽ പൊളിറ്റിക്സ് അവർ കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്സ് ആണ്. ആ പൊളിറ്റിക്സ് അവരുടെ സ്ഥാപനത്തിനകത്ത് ഒരു പൊളിറ്റിക്സ് കളിക്കുന്നുണ്ട്. അത് എനിക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. കാര്യം ഞാൻ അവർക്കൊപ്പമൊക്കെ 2-3 ചാനലിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പം പൊളിറ്റിക്സ് ആൾറെഡി ഉണ്ട്. ഈ നികേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാര്യം ശമ്പളം കൊണ്ടൊന്നും ഞങ്ങൾക്ക് തൃപ്തിയായിരുന്നില്ല. ഞങ്ങൾക്കൊന്നും ശമ്പളമൊന്നും കിട്ടിയിട്ടില്ല. അത് ഈ വേദി ഇരുന്ന് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ശമ്പളമൊന്നും നേരെ കിട്ടാതെയൊക്കെയാണ് ഞങ്ങളൊക്കെ ജോലി ചെയ്തിട്ടുള്ളത്. ഇന്നും അവിടുന്ന് ശമ്പളം കിട്ടാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാണുന്ന റിപ്പോർട്ടർ ചാനലല്ല, ഞങ്ങളൊക്കെ പട്ടിണിയും പരിവട്ടമായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഒരു കൂട്ടം പേര് അന്നുകൊണ്ട് ഇന്നും ഞങ്ങൾ ആ കൂട്ടായ്മ വരെയുണ്ട്, പട്ടിണി കിടന്നവരുടെ കൂട്ടായ്മ. അപ്പോൾ ഏതായാലും നികേഷ് കുമാർ സ്ഥാനാർത്ഥി ആവട്ടെ, അദ്ദേഹം മന്ത്രി ആവട്ടെ, ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്നവരാണ്. ശമ്പളം കിട്ടാത്തവരായിരുന്നു കൂടെ ഞങ്ങൾ പറയാം. പിന്നെ ബാക്കി 4 പേര് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഈ 4 ഒരു ബ്രീഫാണ് നമ്മൾ പറഞ്ഞത്, സാധ്യതാ പട്ടികയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഈ പറയുന്നതിൽ ഏതാണ്ട് 2-3 പേരെങ്കിലും ഉണ്ടാവാൻ സാധ്യത. ഡോക്ടർ അരുൺകുമാർ ഏതാണ്ട് ഒരു 70% ഉണ്ടെന്ന് പറയുന്നു. അപർണയും 70% ഉണ്ടെന്ന് പറയുന്നു. ഹർഷനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം.